ഞങ്ങൾ കേട്ടു. ഇപ്പോൾ അത്ര ആത്മവിശ്വാസം വേണ്ട, മിസ്റ്റർ ജെം, റെവറന്റ് മുന്നറിയിപ്പ് നൽകി. ഒരു വെള്ളക്കാരനെതിരെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ അനുകൂലമായി വിധി പറയുന്ന ഒരു ജൂറിയെയും ഞാൻ കണ്ടിട്ടില്ല. ബലാത്സംഗ നിയമങ്ങളെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങളെക്കുറിച്ച് ജെം കുറച്ചുകാലം സംസാരിച്ചു. സമയം കടന്നുപോയി. 8 മണി ആകാറായി. അറ്റിക്കസ് ജൂറി ബോക്സിന്റെ പരിസരത്ത് നടക്കുകയായിരുന്നു. മിസ്റ്റർ ഗിൽമർ ജനലിനടുത്ത് മിസ്റ്റർ അണ്ടർവുഡുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. കോടതി മുറി നിശബ്ദമായിരുന്നു. ഞാൻ വളരെ ക്ഷീണിച്ചിരുന്നു. ഘടികാരം 11 തവണ മുഴങ്ങിയപ്പോൾ ഞാനൊരു ചെറിയ മയക്കത്തിന് സ്വയം അനുവദിച്ചു. ഞാൻ ഞെട്ടിയുണർന്നു. ഉണർന്നിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ചുറ്റും നോക്കി. താഴെയിരിക്കുന്ന ആളുകളെ കണ്ടു. ഡിൽ ജെമ്മിന്റെ തോളിൽ തലവെച്ച് സുഖമായി ഉറങ്ങുകയായിരുന്നു. ജെം നിശബ്ദനായിരുന്നു. അറ്റിക്കസ് പേപ്പപ്പെട്ടിയെ വെടിവെച്ച ദിവസത്തെ കോടതി മുറി എന്നെ ഓർമ്മിപ്പിച്ചു. മിസ്റ്റർ ഹെക്ടേറ്റ് അകത്തേക്ക് വന്നു. അധികാരം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നു." മിസ്റ്റർ ഹെക്ടേറ്റ് മുറിവിട്ട് ടോം റോബിൻസനോടൊപ്പം തിരിച്ചെത്തി. അതിനുശേഷം സംഭവിച്ചതിന് ഒരു സ്വപ്നസമാനമായ സ്വഭാവമുണ്ടായിരുന്നു. ഒരു സ്വപ്നത്തിലെന്ന പോലെ ജൂറി തിരികെ വരുന്നത് ഞാൻ കണ്ടു. വെള്ളത്തിനടിയിലെ നീന്തൽക്കാരെ പോലെ അവർ നീങ്ങുന്നു. ജഡ്ജ് ടെയ്ലറുടെ ശബ്ദം ദൂരെ നിന്ന് നേർത്തതായി കേട്ടു. ഒരു ജൂറി കുറ്റക്കാരനെന്ന് വിധിച്ച പ്രതിയെ ഒരിക്കലും നോക്കാറില്ല. ഈ ജൂറി വന്നപ്പോൾ അവരിൽ ഒരാൾ പോലും ടോം റോബിൻസനെ നോക്കിയില്ല. ഫോർമാൻ ഒരു കടലാസ് കഷ്ണം ജഡ്ജിക്ക് കൈമാറി. ഞാൻ കണ്ണുകൾ അടച്ചു. ജഡ്ജി ടെയ്ലർ ജൂറിയോട് ചോദിക്കുകയായിരുന്നു, "കുറ്റക്കാരൻ, കുറ്റക്കാരൻ, കുറ്റക്കാരൻ." ഞാൻ ജെമ്മിനെ ഒളിഞ്ഞു നോക്കി. ബാൽക്കണിയിലെ കൈവലിയിൽ മുറുകെ പിടിച്ചിരുന്നതിനാൽ അവന്റെ കൈകൾ വിളറി വെളുത്തിരുന്നു. ഓരോ കുറ്റക്കാരൻ എന്ന വാക്കും അവന്റെ തോളുകൾക്കിടയിൽ ഒരു കുത്തേറ്റതുപോലെ അവന്റെ തോളുകൾ ഞെട്ടി. ആരോ എന്നെ തട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ താഴെയുള്ള ആളുകളിൽ നിന്നും ഇടനാഴിയിലൂടെ അറ്റിക്കസ് ഒറ്റയ്ക്ക് നടന്നുപോകുന്ന ചിത്രത്തിൽ നിന്നും കണ്ണെടുക്കാൻ ഞാൻ മടിച്ചു. "മിസ് ജീൻ ലൂയിസ്?" ഞാൻ നോക്കി. ഞങ്ങളുടെ ചുറ്റും എതിർവശത്തെ ബാൽക്കണിയിലും കറുത്ത വർഗ്ഗക്കാർ എഴുന്നേൽക്കുകയായിരുന്നു. റെവറൻ സൈക്സിന്റെ ശബ്ദം ജഡ്ജി ടെയ്ലറുടെ ശബ്ദം പോലെ ദൂരെ നിന്ന് കേട്ടു. "മിസ് ജീൻ ലൂയിസ്, എഴുന്നേൽക്കൂ. നിങ്ങളുടെ അച്ഛൻ കടന്നുപോകുന്നു." അധ്യായം 22. ഞങ്ങൾ കോടതി മുറി വിട്ടപ്പോൾ ജെം കരയാൻ തുടങ്ങി. സന്തോഷം നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ നടന്നുപോകുമ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യം കലർന്ന കണ്ണുനീർ പാടുകളുണ്ടായിരുന്നു. "ഇത് ശരിയല്ല," അവൻ പിറുപിറുത്തു. ഞങ്ങൾക്കായി കാത്തുനിൽക്കുന്ന അറ്റിക്കസിനെ കണ്ടെത്തിയ ചതുരത്തിന്റെ കോണലേക്ക് നടന്നുപോകുമ്പോൾ മുഴുവൻ അറ്റിക്കസ് തെരുവുവിളക്കിനടിയിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നിൽക്കുകയായിരുന്നു. അവന്റെ വെസ്റ്റ് ബട്ടണിട്ടിരുന്നു. കോളറും ടൈയും ഭംഗിയായി വെച്ചിരുന്നു. അവന്റെ വാച്ച് ചെയിൻ തിളങ്ങി. അവൻ വീണ്ടും തന്റെ നിസ്സംഗനായ സ്വഭാവത്തിലേക്ക് മടങ്ങിയിരുന്നു. "ഇത് ശരിയല്ല അറ്റിക്കസ്," ജെം പറഞ്ഞു. "ഇല്ല മോനെ, ഇത് ശരിയല്ല. അവർക്കെങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു? ടോം അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെങ്ങനെ അവനെ കുറ്റക്കാരനാക്കാൻ കഴിഞ്ഞു? എനിക്കറിയില്ല മോനെ, പക്ഷെ അവർ അത് ചെയ്തു. അവർ മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്. അവർ ഇന്നും ഇത് ചെയ്തു. അവരിത് വീണ്ടും ചെയ്യും. അവരത് ചെയ്യുമ്പോൾ കുട്ടികൾ മാത്രമാണ് കരയുന്നതെന്ന് തോന്നുന്നു." അടുത്ത ദിവസം രാവിലെ ഫിഞ്ച് കുടുംബത്തിനായി കറുത്ത വർഗ്ഗക്കാർ എല്ലാത്തരം ഭക്ഷണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാൽപൂർണിയ അറ്റിക്കസിനെ കാണിച്ചു. കുടുംബത്തെ അടക്കം ചെയ്യാൻ മാത്രം ഭക്ഷണം അടുക്കള മേശയിൽ തുഴഞ്ഞിരുന്നു. ഉപ്പിലിട്ട പന്നിയുടെ മാംസം, തക്കാളി, ബീൻസ്, സ്കപ്പർനോങ്ങുകൾ പോലും. അറ്റിക്കസ് ഉപ്പിലിട്ട പന്നിക്കാലുകൾ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. കാൽപൂർണിയ പറഞ്ഞു, "ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഇതെല്ലാം പിന്നിലെ പടികളിലുണ്ടായിരുന്നു. അവർ നിങ്ങൾ ചെയ്തതിനെ അഭിനന്ദിക്കുന്നു മിസ്റ്റർ ഫിഞ്ച്. അവരതിരുകടക്കുന്നില്ലല്ലോ, അല്ലേ?" അറ്റിക്കസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം അവനൊന്നും സംസാരിച്ചില്ല. "ഞാൻ വളരെ നന്ദിയുള്ളവനാണെന്ന് അവരോട് പറയുക," അവൻ പറഞ്ഞു. അവരോട് പറയുക അവരിതൊരിക്കലും ആവർത്തിക്കരുതെന്ന്. കാലം വളരെ കഠിനമാണ്." അന്ന് വൈകുന്നേരം ജെമ്മും ഡില്ലും ഞാനും മിസ് മൗഡിയുമായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ പോയി. അവൾ പറഞ്ഞു, "ടോമിനെക്കുറിച്ച് എത്ര പേർക്ക് കരുതലുണ്ടെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. ഉദാഹരണത്തിന് ജഡ്ജി ടെയ്ലർക്ക് കരുതലുണ്ട്. ആ കുട്ടിയെ പ്രതിരോധിക്കാൻ അറ്റിക്കസിനെ ജഡ്ജി ടെയ്ലർ നിയമിച്ചത് യാദൃച്ഛികമായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തെ നിയമിക്കാൻ ജഡ്ജി ടെയ്ലർക്ക് സ്വന്തം കാരണങ്ങളുണ്ടായിരുന്നിരിക്കാം." മിസ് മൗഡി പറഞ്ഞത് ശരിയായിരുന്നു.